ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. PSCG അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മലയാളം നമ്മുടെ മാതൃഭാഷയാണ്. LDC പോലുള്ള പരീക്ഷകളിൽ മലയാള ഭാഷയും വ്യാകരണത്തെയും അധികരിച്ച 10 ചോദ്യങ്ങളുണ്ടാവും. ഈ ചോദ്യങ്ങളെ വിജയകരമായി നേരിടാൻ കഴിഞ്ഞാൽ 10 മാർക്കും ലഭ്യമാക്കാൻ കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൻ്റെ മുൻനിരയിലേക്ക് കുതിക്കാനുള്ള നിങ്ങളുടെ സാധ്യത വളരെ വർദ്ധിക്കും. അതിനാൽ ഈ വിഭാഗത്തിൽ നിന്ന് ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാൻ അനുവദിച്ചുകൂടാ. ഇതിനായി വളരെ കുറച്ച് കാര്യങ്ങൾ, പരിമിതമായ കാര്യങ്ങൾ മാത്രമേ നാം പഠിക്കേണ്ടതുള്ളൂ എന്നതാണ് സത്യം. എന്തൊക്കെയാണ് നാം പഠിക്കേണ്ടത്? അക്ഷരങ്ങൾ, വർണ്ണങ്ങൾ, ചുട്ടെഴുത്തുകൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, ശബ്ദം, ദ്യോതകം, നാമം, ലിംഗം, വചനം, വിഭക്തി, കാരകം, തദ്ധിതം, കൃത്ത്, തത്സമം, തദ്ഭവം, സന്ധി, സമാസം, ഒറ്റപ്പദം, വിപരീത പദം, അർത്ഥവ്യത്യാസം, പര്യായ പദങ്ങൾ, അർത്ഥം, മലയാള ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, പദശുദ്ധി തുടങ്ങിയ കാര്യങ്ങൾ നാം ഹൃദിസ്ഥമാക്കേണ്ടതുണ്ട്. ഇവയെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ക്രമാനുഗതമായി മനസ്സിലാക്കാൻ ഉതകുന്ന ഒരു ക്രാഷ് കോഴ്സ് അവതരിപ്പിക്കുകയാണ്. അതിൽ 1ാം പാഠമായി സെലക്ട് ചെയ്തിരിക്കുന്നത് ചിഹ്നങ്ങളാണ്. തുടർന്നുള്ള ക്ലാസ്സുകളിലൂടെ മലയാള വ്യാകരണത്തിലെ എല്ലാ വിഭാഗങ്ങളെയും പറ്റിയുള്ള ക്ലാസ്സുകൾ ലഭ്യമാക്കുന്നതാണ്. ഓരോ എപ്പിസോഡിലും അതിൽ പരാമർശിക്കുന്ന വിഷയത്തെ അധികരിച്ചുള്ള ക്ലാസ്സിന് പുറമെ പ്രസ്തുത വിഷയത്തെ സംബന്ധിച്ച മുൻ ചോദ്യങ്ങളുടെ വിശകലനവും ഉണ്ടാകും. ഈ വീഡിയോ ക്ലാസ്സുകൾ ഒരെണ്ണം പോലും നഷ്ടപ്പെടുത്താതെ കാണാൻ ശ്രമിക്കൂ. അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ എല്ലാ വിഷയങ്ങളെയും സംബന്ധിക്കുന്ന ക്ലാസ്സുകൾ അവിടെ ലഭ്യമാണ്. ഇന്ന് സബ്സ്ക്രൈബ് ബട്ടണോടൊപ്പമുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് ചിഹ്നങ്ങൾ? ആശയങ്ങൾ മനസ്സിലാക്കുന്നതിനായി വാക്യങ്ങളിൽ ചേർക്കുന്ന അടയാളങ്ങളാണ് ചിഹ്നങ്ങൾ. സ്ക്രീനിലെ ചിഹ്നങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ഒരുപക്ഷെ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് അവയെ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടാകും. പക്ഷെ ബിന്ദു, കാകു, അങ്കുശം, രോധിനി, വിക്ഷേപിണി, ഭിത്തിക, കുറുവര, നെടുവര, വലയം, പാടിനി ഇവ എന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. ഈ തിരിച്ചറിവ് നേടാനാണ് നാം ശ്രമിക്കുന്നത്. നമുക്ക് ഈ ചിഹ്നങ്ങൾ എന്താണ്, എങ്ങനെയാണ് മലയാളത്തിൽ ഈ ചിഹ്നങ്ങൾ അറിയപ്പെടുന്നതെന്ന് നോക്കാം. നമുക്ക് ചിരപരിചിതമായൊരു ചിഹ്നമാണ് ഫുൾ സ്റ്റോപ്പ്. മലയാളത്തിൽ നാം അതിന് പൂർണ്ണവിരാമം അല്ലെങ്കിൽ ബിന്ദു എന്നാണ് പറയുക. ഒരു വാക്യത്തിൻ്റെ അവസാനം ഉപയോഗിക്കുന്ന ചിഹ്നമാണിത്. സൂര്യൻ കിഴക്കുദിക്കുന്നു എന്ന് പറഞ്ഞ് നാം ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നു, ഒരു കുത്തിടുന്നു. ഇതെന്താണ്, എന്ത പേരിൽ അറിയപ്പെടുന്നു? പൂർണ്ണവിരാമം, ബിന്ദു. ഒരുപക്ഷെ പൂർണ്ണവിരാമം എന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയിരിക്കും. ബിന്ദു എന്താണെന്ന് പലപ്പോഴും നാം ഓർക്കാറില്ല. പൂർണ്ണവിരാമമെന്നും ബിന്ദു എന്നും അറിയപ്പെടുന്നത് ഫുൾ സ്റ്റോപ്പ് തന്നെയാണ് എന്ന കാര്യം ഓർക്കുക. അടുത്ത ചിഹ്നം അല്പവിരാമം അല്ലെങ്കിൽ അങ്കുശമാണ്. ഇത് ഇംഗ്ലീഷിലെ കോമ എന്നറിയപ്പെടുന്ന ചിഹ്നമാണ്. നിങ്ങൾക്ക് സ്ക്രീനിലായി ആ ചിഹ്നം കാണാൻ കഴിയും. അത് കോമ എന്നാണ് അത് അറിയപ്പെടുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഇതിന് 2 പേരുകളുണ്ട് മലയാളത്തിൽ, അല്പവിരാമമെന്നും അങ്കുശമെന്നും. ഈ 2 പേരുകളും ഓർത്തിരിക്കേണ്ടതാണ്. ഒരു വാക്യത്തിൽ ഇടയ്ക്ക് അല്പം നിർത്തേണ്ട ഭാഗത്ത് നമ്മൾ അല്പവിരാമം ഉപയോഗിക്കുന്നു. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാലും ഉത്തരം അല്പവിരാമം എന്നാണ് നൽകേണ്ടത്. ഒരു വാക്യത്തിൽ ഇടയ്ക്ക് അല്പം നിർത്തേണ്ട ഭാഗത്ത് എന്ത് ചിഹ്നമാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ അല്പവിരാമം അല്ലെങ്കിൽ അങ്കുശം എന്ന ചിഹ്നമാണ് ഉപയോഗിക്കുന്നത്. ദൈവമേ അനുഗ്രഹിക്കണമേ എന്ന് നാം പറയുമ്പോൾ നാം ദൈവമേ എന്നത് കഴിഞ്ഞൊരു കോമ കൊടുക്കുന്നുണ്ട്. ഇത് മലയാളത്തിൽ എന്തെന്ന പേരിലാണ് അറിയപ്പെടുക? അല്പവിരാമം അല്ലെങ്കിൽ അങ്കുശം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വാക്യം പൂർണ്ണമാവുകയും ആശയം തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നാം ഉപയോഗിക്കുന്ന ചിഹ്നമാണ് അർത്ഥവിരാമം അല്ലെങ്കിൽ രോധിനി. ഇത് ഇംഗ്ലീഷിൽ സെമികോളൻ എന്നറിയപ്പെടുന്നു. ഇതിനൊരു കുത്തും കോമയുമാണ് നാം ഉപയോഗിക്കുന്നത്. സ്ക്രീനിൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. മഴ പെയ്തു എങ്കിലും ഉഷ്ണം ശമിച്ചില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു മഴ പെയ്തു എന്ന വാക്യം പൂർണ്ണമാകുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ആശയം തുടരുന്നുണ്ട്, ഉഷ്ണം ശമിച്ചില്ല എന്നത്. ആ സാഹചര്യത്തിൽ നമ്മൾ എന്താണ് അവിടെ കൊടുത്തത്? സെമികോളനാണ് കൊടുത്തത്. മഴ പെയ്തു എങ്കിലും ഉഷ്ണം ശമിച്ചില്ല. അടുത്തത് ഭിത്തിക അല്ലെങ്കിൽ അപൂർണ വിരാമമാണ്. ഇത് ഇംഗ്ലീഷിൽ കോളൻ എന്നാണ് അറിയപ്പെടുന്നത്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം 2 കുത്തുകൾ. സമപ്രാധാന്യമുള്ള വാക്യങ്ങൾക്കിടയിലും സംഭാഷണം പറയുമ്പോൾ വക്താവിനെ പറഞ്ഞതിന് ശേഷവും ഭിത്തിക ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണമായി നാം എഴുതിയിരിക്കുന്ന സെൻറ്റൻസുകൾ നോക്കൂ. വസന്തം വന്നു, പൂക്കൾ വിടർന്നു. അവിടെ വസന്തം വന്നു എന്നതിന് ശേഷം നാം എന്ത് കൊടുത്തിരിക്കുന്നു? കോളൻ
ഭിത്തിക അല്ലെങ്കിൽ അപൂർണ വിരാമം എന്ന ചിഹ്നമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് പൂക്കൾ വിടർന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. പൂർണ്ണവിരാമവും അല്പവിരാമവും അർത്ഥവിരാമവും അപൂർണ വിരാമവുമുണ്ട്. പൂർണ്ണവിരാമം എന്ന് പറയുന്നത് ഫുൾ സ്റ്റോപ്പാണ്. അത് ബിന്ദു എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. അല്പവിരാമം എന്നറിയപ്പെടുന്നത് അങ്കുശമാണ്. അത് കോമയാണ്. അർത്ഥവിരാമം എന്നറിയപ്പെടുന്നത് രോധിനി അല്ലെങ്കിൽ സെമികോളനാണ്. അപൂർണവിരാമം അല്ലെങ്കിൽ ഭിത്തിക എന്നറിയപ്പെടുന്നത് കോളനാണ്. ഇക്കാര്യങ്ങൾ നമ്മൾ നന്നായി ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. പൂർണ്ണവിരാമം ഫുൾ സ്റ്റോപ്പാണ്. അല്പവിരാമം എന്നത് കോമയാണ്. അർത്ഥവിരാമം സെമികോളനാണ്. അപൂർണവിരാമം ഭിത്തിക അല്ലെങ്കിൽ കോളനാണ്. ഇത് തമ്മിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. ഈ ചിഹ്നം നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമാണല്ലോ. ക്വസ്റ്റ്യൻ മാർക്ക്. കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം ക്വസ്റ്റ്യൻ മാർക്കാണത്. അതിന് ചോദ്യചിഹ്നമെന്ന് മലയാളത്തിലൊരു പേരുണ്ടെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ കാകു എന്നൊരു പേരുണ്ട്. പലപ്പോഴും ചോദിക്കുമ്പോൾ ഈ ചിഹ്നം തന്നിട്ട് ഇതിൻ്റെ പേരെന്താണ് എന്ന് ചോദിക്കുമ്പോൾ ബ്രാക്കറ്റിൽ കാകു എന്നായിരിക്കും ഉണ്ടാവുക. ചോദ്യചിഹ്നം കാകു എന്നാണ് മലയാളത്തിൽ അറിയപ്പെടുന്നത്. ക്വസ്റ്റ്യൻ മാർക്ക് അതിൻ്റെ ചിഹ്നം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ചോദ്യരൂപത്തിലുള്ള വാക്യത്തിൻ്റെ അവസാനമാണിത് ഉപയോഗിക്കുന്നത്. താങ്കളുടെ പേരെന്താണ് എന്ന് നാം ചോദിക്കുമ്പോൾ അതൊരു ചോദ്യമാണ്. അതിൻ്റെ അവസാനം നാം എന്താണ് ചേർക്കുക? ചോദ്യചിഹ്നം, ക്വസ്റ്റ്യൻ മാർക്ക് അല്ലെങ്കിൽ കാകു എന്ന ഈ ചിഹ്നമാണ് നാം ചേർക്കുന്നത്. അടുത്ത ചിഹ്നം നിങ്ങൾക്ക് ഏവർക്കും സുപരിതമാണ്. എക്സ്ക്ലമേഷൻ മാർക്ക് അല്ലേ? നമ്മളൊരു സ്ട്രോങ് ഫീലിംഗ്, ശക്തമായ ഫീലിങ്ങിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ചിഹ്നം, ആശ്ചര്യചിഹ്നം എന്ന് മലയാളത്തിൽ പറയുന്നതായി നമുക്കറിയാം. പക്ഷേ അതിന് വിക്ഷേപണി എന്നൊരു പേര് കൂടിയുണ്ട്. ആ പേരെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. വിക്ഷേപിണി അല്ലെങ്കിൽ ആശ്ചര്യചിഹ്നം എന്നറിയപ്പെടുന്നത് എക്സ്ക്ലമേഷൻ മാർക്കാണ്. വിസ്മയം, സന്തോഷം, ദുഃഖം മുതലായ വികാരങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ വിക്ഷേപണി ഉപയോഗിക്കുക. ഹായ് എന്തൊരു ഭംഗി എന്ന് പറയുമ്പോൾ ഹായ് എന്നതിന് ശേഷം നമ്മൾ എന്തുപയോഗിച്ചിരിക്കുന്നു? എക്സ്ക്ലമേഷൻ മാർക്ക് അല്ലെങ്കിൽ ആശ്ചര്യചിഹ്നം അല്ലെങ്കിൽ വിക്ഷേപണി ഉപയോഗിച്ചിരിക്കുന്നു. അടുത്ത ശൃംഖല അല്ലെങ്കിൽ കുറുവര എന്നതാണ്. നാം ഇംഗ്ലീഷിൽ ഹൈഫൺ എന്നാണ് പറയുക. ഹൈഫൺ എപ്പോഴും എന്താണ്? നേരെ ഒരു വരയാണ് ഇടുക, ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ഇടുക. ശൃംഖല ഒരു കുറുവര. ഹൈഫൺ അത് സെൻട്രലായിട്ടാണ് നമ്മൾ ഇടുക. പദങ്ങളെ മുറിച്ചെഴുതുമ്പോൾ സമാന പദങ്ങളെ ബന്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ശൃംഖല ഒരു കുറുവര. നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി എന്ന് പറയുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ഈ രണ്ട് ഇന്ത്യയുടെ അതിർത്തിയും പാകിസ്ഥാൻ്റെ അതിർത്തിയും പറ്റി പറയുന്നു. ഇതിന് തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടി ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ എന്നതിനിടയിലായിട്ട് നാം എന്ത് ചേർത്ത് കൊടുക്കാറുണ്ട്? ഹൈഫൺ ചേർത്ത് കൊടുക്കാറുണ്ട്. രേഖ ഓർ നെടുവരയാണ് അടുത്തത്. അത് ഇംഗ്ലീഷിൽ ഡാഷ് എന്നറിയപ്പെടുന്ന ചിഹ്നമാണ്. അതെപ്പോഴും നമ്മൾ എന്താണ്? താഴെയായിട്ടാണ് നാം എന്ത് കൊടുക്കുക? രേഖ അല്ലെങ്കിൽ നെടുവര കൊടുക്കുക എന്നുള്ളത് മനസ്സിലാകുക. ചുരുക്കി പറഞ്ഞത് വിവരിക്കാനും വിവരിച്ചത് ചുരുക്കി പറയാനുമാണ് നാം ഇത് ഉപയോഗിക്കുക. ഇപ്പോൾ ഉദാഹരണം, ഹിന്ദി, മലയാളം, ഗണിതശാസ്ത്രം എന്ന് നമ്മൾ പറഞ്ഞിട്ട് എല്ലാ വിഷയങ്ങളിലും അവൻ തോറ്റു. ഡീറ്റെയിൽഡായിട്ട് വിഷയങ്ങളുടെ പേര് നമ്മൾ പറഞ്ഞു, ഹിന്ദി, മലയാളം, ഗണിതശാസ്ത്രം, എന്നിട്ട് എല്ലാ വിഷയങ്ങളും അതിനെ തന്നെ വീണ്ടും എടുത്തു പറയുന്നു. അപ്പോഴതിനിടയിലായി നാം എന്ത് ചെയ്തു? ഒരു രേഖ അല്ലെങ്കിൽ നെടുവര അല്ലെങ്കിൽ ഡാഷ് കൊടുത്തു. ഇതാണ് ഈ ചിഹ്നത്തിൻ്റെ ഉപയോഗം. ചുരുക്കി പറഞ്ഞത് വിവരിക്കാനും വിവരിച്ചത് ചുരുക്കി പറയാനും ഉപയോഗിക്കുന്ന ചിഹ്നമാണിത്. അടുത്തത് വലയം അല്ലെങ്കിൽ ബ്രാക്കറ്റാണ്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണത്. വാക്യത്തിനിടയിൽ പ്രത്യേക പരാമർശങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ എന്തുപയോഗിക്കുക? വലയം അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഉപയോഗിക്കുക. ഇനി മറ്റൊരു തരം ബ്രാക്കറ്റുണ്ട്. അത് കോഷ്ടം എന്നാണ് അറിയപ്പെടുക. അത് സ്ക്വയർ ബ്രാക്കറ്റാണ്. സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ആകൃതി നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ കഴിയും. വാക്യത്തിനുള്ളിൽ മറ്റൊരു വാക്യം ഉൾപ്പെടുത്താനാണ് കോഷ്ടം ഉപയോഗിക്കുന്നത്. എന്നാൽ വാക്യത്തിനിടയിൽ പ്രത്യേക പരാമർശങ്ങൾ ഉൾപ്പെടുത്താനാണ് നാം വലയം ഉപയോഗിക്കാറുള്ളത്. അടുത്തത് പാടിനി അല്ലെങ്കിൽ ഹംസപാദമാണ്. നമുക്കറിയാം, നമ്മളൊരു സെൻറ്റൻസ് എഴുതുമ്പോൾ വിട്ടുപോയ ഭാഗത്തെയോ വാക്യത്തെയോ പിന്നീട് ചേർക്കാൻ ഉപയോഗിക്കുന്നതാണ് പാടിനി അല്ലെങ്കിൽ ഹംസപാദം. ഒരു ആരോ മാർക്ക് പോലെ നമ്മൾ മുകളിലേക്ക് കൊടുക്കുന്നു. അത് ഇംഗ്ലീഷിൽ അതിന് ക്യാരറ്റ് എന്നാണ് പറയുക. അതിനുശേഷം നാം മുകളിലായിട്ട് വിട്ടുപോയ ഭാഗം എഴുതുന്നു. പിന്നീട് ബിന്ദുമാല അല്ലെങ്കിൽ കുത്തുകൾ. ബിന്ദു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അറിയാം കുത്താണ്, അത് ഫുൾ സ്റ്റോപ്പാണ്. ആ കുത്തുകൾ, ധാരാളം കുത്തുകൾ വരുമ്പോൾ അതിന് ഡോട്ട്സ് എന്ന് പറയുന്നു.
അതിനെയാണ് ബിന്ദുമാല അല്ലെങ്കിൽ കുത്തുകളെന്ന് പറയുക. അക്കങ്ങൾ, സമാന പദങ്ങൾ തുടങ്ങിയവ തുടരുന്നു എന്ന് കാണിക്കാൻ. ഇപ്പോൾ ഉദാഹരണം 1, 2, 3 എന്ന് നമ്മൾ തുടരുന്നതായി കാണിക്കുമ്പോൾ ബിന്ദുമാല ഉപയോഗിക്കാറുണ്ട്. അടുത്തതായി മലയാള ഭാഷയെ സംബന്ധിക്കുന്ന മുൻവർഷ ചോദ്യപേപ്പറുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ഒന്നേ എനിക്ക് പറയാനുള്ളൂ, വല്ലതും തരുന്നുണ്ടെങ്കിൽ അതിപ്പോൾ തരണം. ഇവിടെ വാക്യമധ്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിഹ്നം, വാക്യമധ്യത്തിൽ ഏത് ചിഹ്നമാണ് കിടക്കുന്നത്? 2 കുത്തുകളാണ് കിടക്കുന്നത്. ഈ 2 കുത്തുകൾക്ക് നമ്മൾ ഇംഗ്ലീഷിൽ എന്താണ് പറയുക? കോളൻ എന്നാണ് പറയുക. മലയാളത്തിൽ എന്ത് പറയുന്നു എന്ന് നാം ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ്? ഭിത്തിക. അപ്പോൾ ഈ 2 കുത്തുകൾ എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഭിത്തികയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമ്മൾ ഓപ്ഷൻസിൽ നിന്ന് ഭിത്തികയാണ് തിരഞ്ഞെടുക്കുക. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ചിഹ്നങ്ങളിൽ കാകു എന്ന ചിഹ്നമേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ചോദ്യചിഹ്നം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്കിനെയാണ് മലയാള ഭാഷയിൽ നാം എന്ത് പറയുക? കാകു എന്ന് പറയുക. നാം എന്താണ് ചെയ്യുക? ഓപ്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ മാർക്കാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഓപ്ഷൻ ഡി ആണ് ക്വസ്റ്റ്യൻ മാർക്ക്. മൂന്നാമത്തെ ചോദ്യം, ഇംഗ്ലീഷിൽ കോളൻ എന്ന പേരുള്ള ചിഹ്നത്തിൻ്റെ മലയാളത്തിലെ പേരെന്താണെന്നാണ് ചോദ്യം. നമുക്കറിയാം, ഇംഗ്ലീഷിൽ കോളൻ എന്നുള്ള ചിഹ്നത്തിൻ്റെ മലയാളത്തിലെ പേര് ഭിത്തിക എന്നാണ്. കോളൻ എന്നത് ഭിത്തികയാണ്. സെമി കോളൻ നമുക്കറിയാം ഒരു കുത്തും കോമയുമാണെന്ന് നമുക്കറിയാം, അല്ലേ? കോമ എന്ന് പറയുമ്പോൾ കോമ മാത്രമാണെന്നും അറിയാം. അപ്പോൾ ഇംഗ്ലീഷിൽ കോളൻ എന്ന പേരുള്ള ചിഹ്നത്തിൻ്റെ മലയാളത്തിലെ പേര് ഭിത്തികയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നു. നാലാമത്തെ ചോദ്യം, പൂർണ്ണവിരാമം ചുരുക്കെഴുത്തിൽ ഉപയോഗിക്കുമ്പോൾ പറയുന്നത് എന്ത് എന്നാണ് ചോദ്യം. പൂർണ്ണവിരാമം ഫുൾ സ്റ്റോപ്പ് ആണല്ലോ. ചുരുക്കെഴുത്തിൽ നാം എന്താണ് പറയുക? ബിന്ദു എന്നാണ് പറയുക. അഞ്ചാമതായി ചോദിച്ചിരിക്കുന്ന ചോദ്യം, എന്തൊരു തേജസ് എന്ന വാക്യത്തിൽ ഒടുവിൽ കൊടുത്തിരിക്കുന്ന ചിഹ്നത്തിന് മലയാളത്തിൽ പറയുന്ന പേരെന്ത്? എന്തൊരു തേജസ്, അതിനിടയിൽ കിടക്കുന്ന ആ ചിഹ്നം എക്സ്ക്ലമേഷൻ മാർക്കാണെന്ന് നാം തിരിച്ചറിയുന്നു. നാം അതിന് മലയാളത്തിൽ പറയുന്ന പേരെന്താണ്? വിക്ഷേപിണി എന്നാണ്. ചിഹ്നങ്ങളെപ്പറ്റി, അവ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതിനെപ്പറ്റി, മലയാള പദങ്ങളെപ്പറ്റി നിങ്ങളിപ്പോൾ ബോധവാന്മാരായിട്ടുണ്ട് എന്ന് കരുതുകയാണ്. മലയാളത്തിലെ അടുത്ത ഒരു വിഭാഗത്തെ പറ്റിയുള്ള ക്ലാസ്സുമായി ഉടൻ തന്നെ എത്താം. വിജയാശംസകൾ. ഗുഡ് ബൈ.